നമസ്കാരം. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ രംഗത്ത് വൻ കുതിപ്പ് നേടിയിരിക്കുകയാണ് ഇന്ത്യ. ആണവ മിസൈലുകൾ നമുക്ക് നേരെ കുതിച്ചെത്തിയാൽ ഭയക്കേണ്ട, അവയെ നോനിയിടയിൽ തകർക്കുവാൻ ഇനി നമുക്ക് സാധിക്കും. മിസൈൽ പ്രതിരോധം എന്ന് മാത്രമല്ല, ഏത് തരത്തിലുള്ള വ്യോമാക്രമണത്തെയും ഇതുപയോഗിച്ച് നമുക്ക് തകർക്കാം. എന്നും ചതിയുടെ പാത മാത്രമറിയുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് കനത്ത തിരിച്ചടിയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ലിയോ. നവീകരിച്ച ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പരീക്ഷണം DRDO വിജയകരമായി നടത്തിയിരിക്കുകയാണ്. ഈ മാസം 24-നാണ് സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയകരമായി നമ്മൾ നടത്തിയത്. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധിക്കുന്നതിലെ ഇന്ത്യയുടെ കരുത്ത് പ്രകടമാക്കുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പായിരുന്നു ഇത്. നമുക്ക് നേരെ പ്രയോഗിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് DRDO വിജയകരമായി നടത്തിയത്. യുദ്ധ സാഹചര്യം സൃഷ്ടിച്ചായിരുന്നു പരീക്ഷണം. നമ്മളെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലിനെ പ്രതിരോധിക്കുക എന്ന പ്രോസസ്സ് ആണ് പരീക്ഷിച്ചത്. നമുക്ക് നേരെ മിസൈൽ പ്രയോഗിക്കുന്നതായിരുന്നു ആദ്യ പടി, അതായത് ടാർഗറ്റ് മിസൈലിൻ്റെ ലോഞ്ച്. ഇതിനെ തിരിച്ചറിയുവാനായി കരയിലും കടലിലും സജ്ജമാക്കിയിരുന്ന റഡാറുകളിൽ മിസൈൽ തെളിഞ്ഞു. തുടർന്ന് ഒട്ടും വൈകാതെ തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലേക്ക് അറിയിപ്പ് കൈമാറി. അറിയിപ്പ് ലഭിച്ചയുടൻ സജ്ജമാക്കി നിർത്തിയിരുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു. ശത്രു മിസൈലിനെ വിജയകരമായി തകർക്കുകയും ചെയ്തു. ടാർഗറ്റ് മിസൈൽ ലോഞ്ച് ചെയ്ത് 4 മിനിറ്റിനുള്ളിൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് അത് തകർക്കുവാൻ കഴിഞ്ഞു എന്നത് നേട്ടമാണ്. ടാർഗറ്റ് മിസൈലിനെ തിരിച്ചറിയലും ട്രാക്ക് ചെയ്യലും മുന്നറിയിപ്പ് കൈമാറലും ടാർഗറ്റ് മിസൈലിനെ തകർക്കുവാൻ ഉപയോഗിക്കേണ്ട ശരിയായ ബാറ്ററി തിരഞ്ഞെടുക്കൽ ഉൾപ്പെടെയുള്ള തീരുമാനം ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം സ്വയം എടുക്കുക, അവസാനമായി ടാർഗറ്റ് മിസൈലിനെ തകർക്കൽ, ഈ കാര്യങ്ങളെല്ലാം 4 മിനിറ്റിനുള്ളിൽ ആണ് നടന്നത്. പാകിസ്ഥാനിൽ നിന്നും ആണവ മിസൈൽ ആക്രമണമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാൻ 5 മിനിറ്റ് മാത്രമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിൽ മിസൈൽ പ്രതിരോധം നടപ്പാക്കുക എന്ന ലക്ഷ്യവുമായി DRDO മുന്നോട്ട് പോവുകയായിരുന്നു. അതാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ പരീക്ഷണം വിജയിപ്പിക്കുന്നതിൽ DRDOയ്ക്ക് നിർണായകമായത് 4 ഘടകങ്ങളാണ്. 1. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലെ ലോങ് റേഞ്ച് സെൻസറുകൾ. 2. അതിവേഗ കമ്മ്യൂണിക്കേഷൻ സംവിധാനം. 3. മിസൈൽ കൺട്രോൾ സെൻറ്റർ. 4. അത്യാധുനിക ഇൻ്റർസെപ്റ്റർ മിസൈൽ. ഈ കാലം അത്രയും ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തിൻ്റെ വേഗതയും കൃത്യതയും വിശ്വാസ്യതയും ആവശ്യത്തിനനുസരിച്ച് ഉയർത്തുന്നതിലായിരുന്നു DRDOയുടെ ടാർഗറ്റുകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതിനായി റഡാർ സാങ്കേതികത, സെൻസർ ശൃംഖല, ഇൻ്റർസെപ്റ്റർ മിസൈൽ, കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നീ മേഖലകളിൽ വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയുമായിരുന്നു. ഇന്ത്യയുടെ ശത്രുക്കളായ ചൈനയും പാകിസ്ഥാനും ആണവ ശക്തികളാണ്. ഇരുവർക്കും മിസൈൽ സംവിധാനവുമുണ്ട്. അതിൽ ചിലത് ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊരു മാർഗവും ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് കീഴിലായിരുന്നു ഈ പദ്ധതി. ഗവേഷണം, വികസനം, ടെസ്റ്റിംഗ് എന്നീ ഘട്ടങ്ങളിലൂടെ പദ്ധതി വികസിച്ചു. വ്യക്തമായ 2 ലക്ഷ്യങ്ങളോടെയാണ് DRDO ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചത്. 1. ഭൂമിയുടെ വായുമണ്ഡലത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സംവിധാനം. 2. ഭൂമിയുടെ വായുമണ്ഡലത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം. ഉപരിതലത്തിൽ നിന്നും 40 കിലോമീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ആദ്യത്തേത്. അതായത് ഈ പരിധിക്കുള്ളിൽ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളെ ഇതിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും, തകർക്കാൻ സാധിക്കും. രണ്ടാമത്തേത് ഉപരിതലത്തിൽ നിന്നും 50 മുതൽ 180 കിലോമീറ്റർ ഉയരത്തിലും ഭൂമിയുടെ വായുമണ്ഡലത്തിന് ഉള്ളിലൂടെയും അതിന് മുകളിലൂടെയും സഞ്ചരിക്കുന്ന തരം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അതായത് താഴ്ന്നു വന്ന് ആക്രമിക്കുന്നവയും വളരെ ഉയരത്തിലൂടെ ആക്രമിക്കുന്നവയുമുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ഗണത്തിൽപ്പെടുന്നവയെയും പ്രതിരോധിക്കുവാൻ കഴിവുള്ള സംവിധാനം DRDO വികസിപ്പിച്ചത്. DRDO വികസിപ്പിച്ച മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. 1. പൃഥ്വി എയർ ഡിഫൻസ് അഥവാ PAD. ഭൂമിയുടെ വായുമണ്ഡലത്തിന് മുകളിലൂടെയുള്ള മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതാണ് ഈ സംവിധാനം. 2. അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് അഥവാ AAD. ഭൂമിയുടെ വായുമണ്ഡലത്തിന് ഉള്ളിലെ മിസൈൽ ആക്രമണത്തെ ചെറുക്കുന്ന സംവിധാനമാണ് ഇത്. 3. സ്വോർഡ് ഫിഷ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർ. ആക്രമിച്ചെത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യുന്ന സുപ്രധാന സംവിധാനമാണ് ഇത്. 4. കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ. മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ നാഡീവ്യൂഹം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും. എതിർ മിസൈലിനെ തകർക്കുന്ന, കിൽ ചെയ്യുന്ന നിർണായക ഘട്ടത്തെ നിയന്ത്രിക്കുന്നത് ഈ സംവിധാനമാണ്.
വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായാണ് രാജ്യത്തിന് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. ഇതിനായി DRDOയ്ക്ക് മിസൈൽ ഭാഗങ്ങൾ, അതുപോലെ തന്നെ റഡാർ നിയന്ത്രണ സംവിധാനം, മോട്ടോറുകൾ, മിസൈലുകളെ കുതിക്കുവാനും ത്രസ്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുവാനും ഉപയോഗിക്കുന്ന ജെറ്റ് വെയിനുകൾ, മിഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ തുടങ്ങിയവ വികസിപ്പിക്കേണ്ടി വന്നു. വിവിധ പൊതു സ്വകാര്യ ഏജൻസികളും കമ്പനികളും ഒക്കെ തന്നെ ഈ പദ്ധതിയിൽ പങ്കാളികളായി. അങ്ങനെ രണ്ടാം ഘട്ട ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പരീക്ഷണവും ജൂലൈ 24-ന് വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അധികം വൈകാതെ നമ്മുടെ നാവികസേനാ കപ്പലുകളിലും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം സജ്ജമാക്കും. ഇതിപ്പോൾ നാവികസേന കപ്പലുകളിൽ സജ്ജീകരിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ കരയിൽ നമുക്ക് സജ്ജീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഒക്കെ ഇത് കൃത്യമായി വിന്യസിച്ച് പ്രതിരോധിക്കുവാനുള്ള പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു മുൻപ് ഏതാനും പരീക്ഷണങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള പരീക്ഷണങ്ങൾ ഇനിയില്ല. ഇനിയിപ്പോൾ എല്ലാം ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി പൂർത്തിയാക്കാനുള്ള പരീക്ഷണങ്ങൾ മാത്രമാണുള്ളത്. മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് റഷ്യയുടെ സഹായം ലഭിക്കുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും പ്രതിരോധം തീർക്കുവാനുള്ള സംവിധാനം റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത്. എന്തായാലും നവീകരിച്ച ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. പ്രത്യേകിച്ച് ശത്രുക്കളായ ചൈനയും പാകിസ്ഥാനും സദാ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ വിജയകരമായി വികസിപ്പിച്ചത് പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്നത് കനത്ത പ്രഹരം തന്നെയാണ്. ഇത് മാത്രമല്ല, പ്രതിരോധ രംഗത്ത് ഇതുവരെ സംഭവിച്ചതിനേക്കാൾ പല മടങ്ങ് വേഗത്തിലാണിപ്പോൾ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശത്രുക്കൾ പ്രയോഗിക്കുന്ന മിസൈലുകളെ ഞൊടിയിടയിൽ തകർക്കുന്ന ലേസർ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനം DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരവും ഇതിനൊപ്പം ലഭിക്കുന്നുണ്ട്. ഇത് വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ഈ 4 മിനിറ്റൊന്നും വേണ്ട. ഇപ്പോൾ നമ്മളിപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെ 4 മിനിറ്റ് കൊണ്ടാണ് തകർക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും നമ്മുടെ നാടിനെ ലക്ഷ്യമാക്കി കുതിച്ചുയരുന്ന, അതായത് ശത്രുക്കൾ തൊടുത്തുവിടുന്ന മിസൈലിനെ അവിടെ തന്നെ ഞൊടിയിടയിൽ തന്നെ തകർക്കുവാൻ ഈ ലേസർ ഗൈഡഡ് സംവിധാനത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിവായിട്ടില്ല. വരുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ നടപടികളും വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം ഈ വികസനത്തിൻ്റെ ഒക്കെ തന്നെ ഫലപ്രാപ്തി. നമ്മുടെ അതിർത്തികളിൽ ഇപ്പോൾ ശക്തമായ സേനാ വിന്യാസത്തിനും അല്ലെങ്കിൽ ശത്രുക്കളുടെ ആശങ്കയ്ക്കും ഇടയാക്കിക്കൊണ്ട് ഇരിക്കുകയുമാണ് എന്നുള്ളതാണ് ഈ രംഗത്തെ നിരീക്ഷകർ ഇപ്പോൾ ഉറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.